ഒരു വീട്ടിൽ ഗൃഹനാഥന്റെ മുറി ഏത് ഭാഗത്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഗൃഹനാഥന്റെ മുറി ചെയ്യാം. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്. ആ റൂം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പം വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു മുറി എടുത്തു. അതാണ് ഗൃഹനാഥന്റെ മുറി, ആ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം. ഇതിന്റെ ദിക്കുകൾ എന്ന് പറയുന്നത് ഇത് തെക്ക്, ഇത് വടക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വന്നിട്ട് കിഴക്ക്, ഇത് സൗത്ത് വെസ്റ്റ് കോർണർ, ഇത് നോർത്ത് വെസ്റ്റ് കോർണർ, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് വന്നിട്ട് സൗത്ത് ഈസ്റ്റ്. അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ. ഇതിൽ ആ ഗൃഹനാഥന്റെ മുറി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഗൃഹനാഥന്റെ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അലമാര വെച്ച് ഇതിനകത്ത് പൈസ, ഗോൾഡ്, പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ട് ഇതിനെ വടക്ക് നോക്കി വെക്കുക. ഇനി ആ റൂമില് തെക്ക് ഭാഗത്ത് തെക്കോട്ട് തല വെച്ച് ഗൃഹനാഥന്റെ ബെഡ് ഇടുക. ഗൃഹനാഥന്റെ തല തെക്കോട്ട് നോക്കി ഇരിക്കാം. അടുത്തത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു വെൽത്ത് സിംബൽസ് വെക്കാം. നമ്മുടെ സമ്പത്ത് അഭിവൃദ്ധിപ്പെടാനായിട്ട് വെൽത്ത് സിംബൽസ് വെക്കാം. ഇതിനകത്ത് ചൈനീസ് കോയിൻസ്, ഇൻഗോട്ട്, സിട്ടിന്റെ സ്റ്റോൺസ്, കോയിൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് ക്രിസ്റ്റൽ ബോൾസ് എല്ലാം കൂടെ ഇട്ട് ഇതൊരു നിധി കുംഭം പോലെ നമുക്കിതിനെ വെൽത്ത് ബേസ് ആക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഭാഗത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ഡോറ് വരുന്നത്. അവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാം. ഈ ഭാഗത്ത് അതിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്യാം. അതിൻ്റെ ക്ലോസറ്റ് നമുക്ക് വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ കൊടുക്കാം. ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു ഡോറ് കൊടുക്കാം. അപ്പം ഈ രീതിയിൽ ഗൃഹനാഥന്റെ ബെഡ്റൂം സെറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് നമുക്ക് ഈ കയറി വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഡബിൾ ഹാപ്പിനെസിൻ്റെ സിംബൽസ് വയ്ക്കാം. ഡബിൾ ഹാപ്പിനെസ് സിംബൽസ് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ബെഡിൽ നിന്ന് കിടക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു ഡബിൾ ഹാപ്പിനെസ് സിംബൽസ് വയ്ക്കാം. ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിസ്റ്റിക് നോട്ടിൻ്റെ സിംബൽസ് വയ്ക്കാം. മിസ്റ്റിക് നോട്ടിൻ്റെ സിംബൽസ് അവിടെ വയ്ക്കാം. ഇനി ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഒരു ഐക്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ബെഡിൻ്റെ അടിയിൽ നമുക്ക് മിസ്റ്റിക് നോട്ട് സിംബൽസ് ഇട്ട് കിടക്കാം. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഒരു 4 സ്റ്റാറുകളുടെ ഒരു കണക്ക് ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കണക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇവരുടെ സ്റ്റാറുകൾ തങ്ങളിൽ കുറവുണ്ടെങ്കിലും മൊത്തത്തിൽ 4 സ്റ്റാറാണ്. ചിലപ്പോൾ 1 കാണും, ചിലപ്പോൾ 2 കാണും, ചിലപ്പോൾ 3 കാണും, ചിലപ്പോൾ 4 കാണും. അതിൽ 1 സ്റ്റാറോ അല്ലെ 2 സ്റ്റാറോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ വൈഫ് കിടക്കുന്ന കാലിൻ്റെ ഭാഗത്തായിട്ട് കട്ടിലിൽ നമുക്ക് എന്ത് ചെയ്യാം? അമത്യസ്റ്റിൻ്റെ സ്റ്റോൺ കെട്ടിയിടാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു ഗൃഹനാഥന്റെ ബെഡ്റൂം ചെയ്യാം. യാതൊരു കാരണവശാലും ഈ ബെഡിന്റെ അടിഭാഗത്ത് മറ്റു സാധനങ്ങൾ കുത്തിഞ്ഞെരുക്കി വെക്കുകയോ പെട്ടികൾ കൊണ്ട് വെക്കുകയോ മറ്റ് ബേസ് ബോർഡുകൾ കൊണ്ട് വെക്കുകയോ ഒന്നും ചെയ്ത് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എല്ലാം സാധനങ്ങൾ പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ പൊസിഷൻ എല്ലാം ഒന്ന് മാറ്റി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്നീ സാധനങ്ങൾ ഈ ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കണം. അതുപോലെ തന്നെ വളരെ ശക്തമായ പ്രകാശമുള്ള ലൈറ്റുകൾ, റെഡ് ലൈറ്റുകൾ എന്നിവയെല്ലാം ബെഡ്റൂമിൽ നിന്നും പരമാവധി ഒഴിവാക്കണം. ബെഡ്റൂമിനകത്ത് എപ്പോഴും ഒരു ഊർജ്ജമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. യാങ് എനർജി വന്നാൽ ഉറക്കം ശരിയായ രീതിയിൽ നടക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇതിനകത്ത് ഞാൻ ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് ഇത് ഡബിൾ ഹാപ്പിനെസ് ആണ്. ഇനി ഇതിനകത്ത് വെച്ച മറ്റൊരു സിമ്പിൾസ് എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ടാണ്. മിസ്റ്റിക് നോട്ട് നമുക്ക് ഒന്ന് ബെഡിൻ്റെ അടിയിലിടാം, ഒരെണ്ണം സൗത്ത് വെസ്റ്റ് കോർണറിലും വെക്കാം. അടുത്തത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ക്യാഷ് ബോക്സിനകത്ത് വെക്കുന്നത് ഇൻഗോട്ട് വെക്കാം, പിന്നെ ചൈനീസ് കോയിൻ വെക്കാം. ഇത് ഗോൾഡ് കോയിനും ഇത് കോപ്പർ കോയിനുമാണ്. അതേപോലെ തന്നെ സിറ്റിൻ്റെ സ്റ്റോൺസും അവിടെ വെക്കാം. അപ്പം ഇവിടെ നമുക്ക് അത്രയും കാര്യങ്ങളായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു വെൽത്ത് ബേസ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ബൗള്, ചൈനീസ് കോയിൻ, സിട്രൺ, ഇൻഗോട്ട് എന്നിവയെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ ഒരു വെൽത്ത് ബേസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗൃഹനാഥൻ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.